Hello viewers, നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് 4 ലിറ്റർ മുതൽ 25 ലിറ്റർ വരെയുള്ള ഡിഫറെൻറ്റ് മോഡൽസ് ഓഫ് ഡീപ് ഫ്രയേഴ്സ് ആണ്. നമുക്ക് വരുന്ന ഏറ്റവും ബേസിക് മോഡൽ ഇതാണ്. 4 ലിറ്ററിൻ്റെ ഇലക്ട്രിക് ഫ്രയർ, 2500 വാട്ട്സ് പവർ വരുന്ന 4 ലിറ്റർ ഇലക്ട്രിക് ഫ്രയർ. അടുത്ത് 6 ലിറ്റർ ആണ്. 6 ലിറ്റർ വരുമ്പോൾ 2500 വാട്ട്സ് തന്നെയാണ്. ഫ്രൈഡ് ചിക്കൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ നമുക്കൊരു 6 to 8 പീസസ് അറ്റ് എ ടൈം ചെയ്യാവുന്ന മോഡലാണ്. 6 ലിറ്ററിൻ്റെ തന്നെ ഡിജിറ്റൽ ടൈമറോട് കൂടിയ മോഡലാണിത്. ഇതിനകത്ത് നമുക്ക് ടെമ്പറേച്ചർ സെറ്റിങ്ങിന് പുറമെ ടൈം സെറ്റിംഗ് കൂടി ഉണ്ടായിരിക്കും. ഇത് 6 ലിറ്ററിൻ്റെ തന്നെ കുറച്ചും കൂടെ ബിൽഡ് ക്വാളിറ്റി കൂടിയൊരു മോഡലാണ്. ബോഡി വൈസ് കുറച്ചും കൂടെ സ്ട്രോങ് ആണ്. അതിനോടൊപ്പം തന്നെ റീസെറ്റ് ഓപ്ഷൻ നമുക്ക് ഉണ്ടായിരിക്കും. ഓവർ ഹീറ്റിംഗ് ഉണ്ടാവില്ല. ഓവർ ഹീറ്റിംഗ് ഉണ്ടായാൽ മെഷീൻ ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആകാനുള്ള റീസെറ്റ് ഓപ്ഷൻ കാര്യം ഉണ്ടായിരിക്കും. പിന്നെ ഓവറോൾ ബിൽഡ് ക്വാളിറ്റി അല്പം കൂടെ കൂടുതലാണ് ഈ ഒരു മോഡലിനകത്ത്. അതുപോലെ തന്നെ ഹീറ്റിംഗ് കോയിൽ ഫ്ലാറ്റായിട്ട് സർഫസ് ചെയ്യുന്നൊരൽപ്പം ഒരു 1 ഇഞ്ച് 1.5 ഇഞ്ച് ലിഫ്റ്റ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. സോ ബ്രെഡിങ് ക്രംസ് ഒന്നും കോയിൽ തട്ടി ഹീറ്റ് ചെയ്യുന്ന കരിഞ്ഞു പോകുന്ന ഒരു പ്രോബ്ലം കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അതിനടുത്തൊരു മോഡലാണ് നമുക്ക് വരുന്നത് 8 ലിറ്ററിൻ്റെ മോഡൽ. 8 ലിറ്റർ 6നെ അപേക്ഷിച്ച് ഹൈറ്റ് കൂടുതലാണ്. സോ കുറച്ചും കൂടെ ഡെപ്തിൽ ഫ്രൈഡ് ചിക്കൻ ചെയ്തെടുക്കാൻ നമുക്ക് ഉപകാരപ്പെടും. 2800 വാട്ട്സ് പവറും ഉണ്ട്. റീസെറ്റ് ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, ഇതാണ് 8 ലിറ്ററിൻ്റെ മോഡൽ വരിക. അടുത്തത് വരുന്നത് ഇലക്ട്രിക്കിൽ തന്നെ 12 ലിറ്റർ മോഡലാണ്. ഈ വീഡിയോയിൽ കാണുന്ന 12 ലിറ്റർ. ഇത് 8നെ അപേക്ഷിച്ച് അല്പം കൂടെ ഹൈറ്റ് കൂടുതലാണ്. യൂസ് ചെയ്തിരിക്കുന്ന കോയിലാണെങ്കിലും 3200 വാട്ട്സിൻ്റെ കോയിലാണ്. അല്പം കൂടി ഡെപ്ത് ഉണ്ടാവും ഈ ഒരു മോഡൽ. അതുപോലെ തന്നെ ഓവർ ഹീറ്റ് പ്രൊട്ടക്ഷനും കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും. ബോഡി വൈസ് ആണെങ്കിലും ബെറ്റർ ബിൽഡ് ക്വാളിറ്റി ഉണ്ടാവും. അതുപോലെ ഒരു ഓയിൽ ഡ്രെയിനിങ് പൈപ്പും കൂടി ഈ ഒരു മോഡൽ ഉണ്ടാവും. ഓക്കെ, 12 ലിറ്ററിൻ്റെ തന്നെ അടുത്തൊരു മോഡൽ ഈ കാണുന്നതാണ്. ഇതിന് ലെങ്ത്താണ് കൂടുതൽ. 3000 വാട്ട്സിൻ്റെ സിംഗിൾ കോയിലാണ് ഒറ്റ ടാങ്കിനകത്ത് വരിക. സ്പൈറൽ പൊട്ടറ്റോ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ബെറ്റർ ആയിട്ടുള്ളൊരു മോഡലാണ് ഈ ഒരു ലെങ്ത് പ്ലസ് മോഡൽ. 12 ലിറ്ററിൻ്റെ തന്നെ അടുത്തൊരു മോഡലാണ് 6+6. 6 ലിറ്ററിൻ്റെ 2 സെപ്പറേറ്റ് ടാങ്കായിട്ട് വരുന്ന മോഡൽ. സെപ്പറേറ്റ് 2 ടാങ്കുകളായിരിക്കും. 2 ബാസ്ക്കറ്റും കണക്ഷനായിരിക്കും ഇതിന് വരിക. വേറൊരു മോഡൽ 6+6 തന്നെ സെപ്പറേഷൻ ഇല്ലാതെ സിംഗിൾ ബാസ്ക്കറ്റ് വരുന്ന മോഡൽ. ഫ്രൈഡ് ചിക്കന് ഒന്നുകൂടെ റെക്കമെൻഡ് ചെയ്യുന്ന മോഡൽ ഇതാണ്. കാരണം ടോട്ടലി 5000 വാട്ട്സ് പവർ വരുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടെ നമുക്ക് ആ ഒരു ടെമ്പറേച്ചർ ഡ്രോപ്പ് ഉണ്ടാകുന്ന പോലുള്ള ഇഷ്യൂസൊന്നും ഈ ഒരു മോഡൽ ഉണ്ടാവില്ല. 2 ഹീറ്റ് കോയിൽ ഒരുപോലെ യൂസ് ചെയ്യുമ്പോൾ 5000 വാട്ട്സ് പവർ ഉണ്ട്. ഒരു സിംഗിൾ ബാസ്ക്കറ്റ് ആയിരിക്കും ഈ ഒരു മോഡൽ വരിക. 12 ലിറ്റർ തന്നെയാണ് കപ്പാസിറ്റി. അടുത്തൊരു മോഡൽ 16 ലിറ്ററിൻ്റെ മോഡലാണ്. സിംഗിൾ ടാങ്ക് തന്നെ ആയിരിക്കും. ഒരു സിംഗിൾ കോയിലാണ് ഇതിനകത്ത് വരിക. 3000 വാട്ട്സിൻ്റെ സിംഗിൾ കോയിലാണ് 16 ലിറ്ററിന് വരിക. അതുകൊണ്ട് തന്നെ ഫ്രൈഡ് ചിക്കന് അത്ര റെക്കമെൻഡ് അല്ല. ബട്ട് ബാക്കിയുള്ള സ്നാക്സ്, ഫ്രൈസ് അങ്ങനെ എന്ത് ചെയ്യാനാണ് ഒന്നുകൂടെ ബെറ്റർ മോഡലായിരിക്കും ഈ ഒരു 16 ലിറ്ററിൻ്റെ 3000 വാട്ട്സ് പവർ വരുന്ന മോഡൽ വരിക. അതിനടുത്തൊരു മോഡൽ ഇലക്ട്രിക് പ്ലസ് ഗ്യാസ് ഇന്ത്യൻ മേക്ക് മോഡൽസ് ആണ്. ഈ ഒരു മോഡലിനകത്ത് 70% ഇലക്ട്രിക്കിൽ തന്നെ ആയിരിക്കും വർക്കിംഗ് വരിക. 30% പവറിന് ഗ്യാസ്, അതിനടിയിലൊരു ഗ്യാസ് ബേണർ ഉണ്ടായിരിക്കും. ഗ്യാസ് ബേണർ കണക്ട് ചെയ്യാനുള്ള പോർഷൻ നമുക്കിവിടെ ഉണ്ടായിരിക്കും. സോ ഇലക്ട്രിക് വർക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ ഇൻ അഡീഷൻ നമ്മൾ ആ ഒരു ഗ്യാസ് ബേണർ കത്തിച്ച് കൊടുത്താൽ അതിൻ്റെ ഒരു ചൂടും കൂടെയാണ് കിട്ടുക. സോ ഇലക്ട്രിക് പ്ലസ് ഗ്യാസ് എന്ന് പറയുന്ന മോഡലാണ് ഈ കാണുന്നത്. ഇലക്ട്രിക് പ്ലസ് ഗ്യാസിൻ്റെ തന്നെ 20 ലിറ്റേഴ്സിൻ്റെ മോഡൽ അവൈലബിൾ ആണ്. സെയിം വർക്കിംഗ് സിസ്റ്റം തന്നെ 70% ഇലക്ട്രിക്കും 30% ഗ്യാസിലും പവർ കൺസപ്ഷൻ ഉണ്ടായിരിക്കും. 20 ലിറ്റർ ഓയിൽ കപ്പാസിറ്റി ഉണ്ടാവും. അടുത്ത ഗ്യാസ് മോഡൽസ് ആണ്. ഗ്യാസിനകത്ത് ഏറ്റവും ബേസിക് വരുന്ന സിംഗിൾ ടാങ്ക് 6 ലിറ്റർ ആണ്. ഇതിനകത്ത് ഓട്ടോ കട്ട് ഓഫ് ഫീച്ചർ ഒന്നും ഉണ്ടാവില്ല. ഇതിനടിയിൽ ഗ്യാസ് ബേണർ ഉണ്ടാവും. ബേണർ നമുക്ക് ഓട്ടോ ഇഗ്നേറ്റ് ചെയ്യാം, ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്യാം. ആ ഒരു ഓപ്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ മോഡൽ തന്നെ ഡബിൾ ടാങ്ക് വരുന്നുണ്ട്. ടോട്ടൽ 12 ലിറ്റർ ഗ്യാസ് തന്നെ വർക്ക് ചെയ്യുന്ന 16 ലിറ്ററിൻ്റെ വിത്ത് ഓട്ടോ കട്ട് ഓഫ് ഫീച്ചറുള്ള ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി മോഡലാണിത്. ഹയർ എൻഡ് മോഡൽസിൻ്റെ അതേ വർക്കിംഗ് സിസ്റ്റം വരുന്ന ട്യൂബ് ഫ്രൈ എന്നൊരു വർക്കിംഗ് സിസ്റ്റം വരുന്ന സെയിം മോഡൽ. ഇതിനകത്ത് ട്യൂബാണ് ഓയിൽ ഇമേഴ്സായി ഹീറ്റ് ആകുന്നത്. അപ്പോൾ ട്യൂബ് ഫ്രൈ സിസ്റ്റം വരുന്ന പൈലറ്റ് ഓട്ടോ കട്ട് ഓഫ് സിസ്റ്റം വരുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി മോഡലാണ് ഈ ഇത് കാണുന്നത്. ഇതിനടുത്തൊരു സെഗ്മെൻ്റ് എന്ന് പറയുന്നത് 25 ലിറ്റേഴ്സിൻ്റെ സ്റ്റാൻഡിങ് മോഡൽസാണ്. പിറ്റ്കോ ഡീൻ പോലെ മറ്റൊരു ബ്രാൻഡാണ് ബട്ട്ലർ. 4 ബേണറാണ് ബട്ട്ലർ മോഡൽ വരുന്നത്. 22 ലിറ്റർ ഓയിൽ കപ്പാസിറ്റി ഉണ്ടായിരിക്കും. മറ്റ് ബ്രാൻഡഡ് മെഷീൻസിനെ അപേക്ഷിച്ച് ബെറ്റർ പെർഫോമൻസും ബെറ്റർ ക്വാളിറ്റിയും ബെറ്റർ കപ്പാസിറ്റിയും എന്നാൽ പ്രൈസ് വൈസ് കമ്പാരിറ്റീവ് കുറവുമായിട്ടുള്ള മോഡലാണ് ബട്ട്ലർ.
ആ ഒരു കപ്പാസിറ്റിയുള്ള മറ്റൊരു മോഡലാണ് 25 ലിറ്ററിൻ്റെ തന്നെ ബ്രാൻഡഡ് അല്ലാത്ത നോൺ ബ്രാൻഡഡ് ആയിട്ടുള്ള ചൈന ഇമ്പോർട്ടഡ് മെഷീൻ. കപ്പാസിറ്റി വൈസ് കൂടുതലായിരിക്കും, ബട്ട് ഓരോ ബിൽഡ് ക്വാളിറ്റിയും പെർഫോമൻസും മറ്റ് ബ്രാൻഡഡ് മെഷീൻ 25 ലിറ്റേഴ്സിനെ അപേക്ഷിച്ച് കുറവായിരിക്കും. ഇത് കൂടാതെ ഗ്യാസിൻ്റെ തന്നെ മറ്റൊരു മോഡലാണ് 16 ലിറ്ററിൻ്റെ തന്നെ ഓയിൽ കപ്പാസിറ്റിയുള്ള, എന്നാൽ സ്റ്റാർട്ടിങ്ങിന് വേണ്ടി മാത്രം പവർ ആവശ്യമായിട്ടുള്ള, ജസ്റ്റ് ഒരു 100 വാട്ട്സിൻ്റെ പവറേ ആവശ്യമായിട്ട് വരുന്നുള്ളൂ. അതിനുവേണ്ടി മാത്രം ഇലക്ട്രിക് പവർ ആവശ്യമുള്ള, ബാക്കി വർക്കിംഗ് ഫുള്ളായിട്ട് ഗ്യാസിൽ വരുന്ന മറ്റൊരു മോഡലാണിത്. 16 ലിറ്ററിൻ്റെ നേരത്തെ കാണിച്ച മോഡലിനെ അപേക്ഷിച്ചതിന് ഓവറോൾ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഡിഫറൻ്റ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന എപ്പോഴും 16 ലിറ്ററിൻ്റെ OT7 ആയിരിക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലി നോക്കുമ്പോൾ യൂസ് ചെയ്യാവുന്നൊരു മോഡൽ. അതുപോലെ തന്നെ ഈ കാണുന്നത് ഇലക്ട്രിക്കിൻ്റെ തന്നെ 16 ലിറ്ററിൻ്റെ ഇലക്ട്രിക് മോഡലാണ്. 5000 വാട്ട്സ് പവർ വരുന്ന സ്റ്റാൻഡിങ് ഇലക്ട്രിക് മോഡൽ. ഈ ഫ്രൈസിന് പുറമെ ഫ്രൈഡ് ചിക്കൻ ചെയ്യാനാവശ്യമായിട്ടുള്ള ബ്രീഡിംഗ് ടേബിളുകൾ നിങ്ങൾക്ക് വേണ്ട സൈസിൽ കസ്റ്റമൈസ് ചെയ്ത് അവൈലബിൾ ആണ്. അതുപോലെ വാക്യൂം മാരിനേറ്റർ, ഫ്രൈഡ് ചിക്കൻ കീപ്പ് ചെയ്യുന്നതിനാവശ്യമായ ഡിസ്പ്ലേ വാർമേഴ്സും ഡിഫറെൻറ്റ് സൈസിൽ അവൈലബിൾ ആണ്.